വെൽക്കം ബാക്ക് ടു ചാനൽ ലേണിംഗ്. ഇറ്റ്സ് മീ ബെനാസർ ഖാലിദ്. അപ്പൊ നമ്മൾ ഇന്ന് സീറ്ററ്റുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സീറ്റഡ് പരീക്ഷ എഴുതുന്ന നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന വിധത്തിലുള്ള ക്ലാസ് ആണ് ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സീറ്റഡ് എക്സാമിനേഷൻ 1 ആകട്ടെ 2 ആകട്ടെ നിങ്ങൾക്ക് അതിന്റെ സിലബസ് നന്നായിട്ട് അറിയാതിരിക്കാം. അറിഞ്ഞൂടെങ്കിൽ നിങ്ങൾ ആ സിലബസ് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കാം. ഞാൻ ഈ സിലബസ് എന്നാലും ഞാൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. അപ്പൊ നമുക്കറിയാം സീറ്റഡ് 2 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സീറ്റഡ് 1 കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി എന്ന് പറഞ്ഞൊരു പോർഷൻ പഠിക്കാനുണ്ട്. അതുപോലെ തന്നെ ലാംഗ്വേജ് 1ഉം ലാംഗ്വേജ് 2ഉം പഠിക്കാനുണ്ട്. അതുപോലെ സീറ്റഡ് 1 ആണ് പ്രിപ്പയർ ചെയ്യുന്നവർക്കാണെങ്കിൽ മാത്തമാറ്റിക്സും അതുപോലെ എൻവയോൺമെന്റ് സ്റ്റഡീസും ആണ് പഠിക്കാനുള്ളത്. ഇനി സീറ്റഡ് 2 പ്രിപ്പയർ ചെയ്യുന്നവർക്ക് മാത്തമാറ്റിക്സും സോഷ്യൽ സയൻസും മാത്തമാറ്റിക്സും സയൻസും അല്ലെങ്കിൽ എന്താണ് സോഷ്യൽ സയൻസ് പരീക്ഷ ചൂസ് ചെയ്ത് എഴുതാവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് അതിന്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് എക്സാമിനേഷൻ ഡ്യൂറേഷൻ തന്നെ 2 hours 30 minutes ആണെന്ന് അറിയാം. അതുപോലെ ടോട്ടൽ ക്വസ്റ്റ്യൻസ് 150 ക്വസ്റ്റ്യൻസ് ആണുള്ളത് നമുക്ക് മനസ്സിലാക്കി. അപ്പം ഇതൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ബേസ്ഡ് എക്സാംസ് ആണെന്നൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ട്. പക്ഷേ നമ്മൾ സീറ്റഡ് എക്സാമിനേഷനെ കുറിച്ച് ബോധേഡാവുമ്പോൾ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുമ്പോൾ നമുക്ക് അവിടെ കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടിട്ട് പഠിച്ചതുപോലെ അല്ല, കുറച്ച് വ്യത്യസ്തപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. വേറെ ഒന്നുമല്ല, നിങ്ങൾ ഇവിടെ സീറ്റഡിൽ പഠിക്കുന്ന സമയത്ത് ചൈൽഡ് ഡെവലപ്മെന്റ് പെഡഗോഗി പഠിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഓരോ ലാംഗ്വേജസ് പഠിക്കുന്നത്. ഇവിടെയെല്ലാം നമുക്ക് 30 മാർക്സ് ആണ് ലാംഗ്വേജ് ഉണ്ടെങ്കിൽ അതിന് 15 മാർക്സ് പെഡഗോഗിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്താണ് പഠിക്കേണ്ടത്. പക്ഷെ ഇതൊരു വലിയ ടാസ്ക് ഒന്നുമല്ല, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഇപ്പൊ സീറ്റഡ് എക്സാമിനേഷൻ പാസ്സായാൽ നിങ്ങൾക്ക് അറിയാം എവിടെയൊക്കെയാണ് സെൻട്രൽ ഗവൺമെന്റ് സ്കൂൾ അല്ലെ, അതുപോലെ തന്നെ നവോദയ സ്കൂളുകൾ അല്ലെ, അതുപോലെ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ സീറ്റഡ് എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് സീറ്റഡ് എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ ക്വാളിഫൈഡ് ആകുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ഇവിടെ ഈ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സീറ്റഡ് 2 അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ ഫസ്റ്റ് സീറ്റഡ് 2 ആണ് എടുക്കുന്നത്. അപ്പൊ സീറ്റഡ് 2 ആദ്യം നമുക്ക് കണ്ടന്റ് ബേസ്, അതായത് നമ്മൾ സബ്ജക്ട് ബേസ് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് അല്ലെ. നമ്മൾ മാത്സ് എടുക്കണം, അതുപോലെ തന്നെ സയൻസ് എടുക്കും, മാത്സും സയൻസും എടുക്കുന്നവരുണ്ടാവും, അല്ലെങ്കിൽ സോഷ്യൽ സ്റ്റഡീസ് എടുക്കുന്നവരുണ്ടാവും, അപ്പൊ സോഷ്യൽ സയൻസ് എടുക്കുന്നവരുണ്ടാവും. അപ്പൊ ഇവിടെ നമ്മൾ ഈ പറയുന്ന സയൻസ്, മാത്സും അതുപോലെ തന്നെ SS ഒക്കെ നമ്മൾ സ്കൂൾ ലെവലിലുള്ള ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് മനസ്സിലാക്കിയിരിക്കും. ഇതിലൊരു സിലബസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ സിലബസ് എന്ന് പറയുന്ന കണ്ടന്റ് എവിടെ നിന്നുള്ളതാണ്? NCERT ടെക്സ്റ്റ് ബുക്ക് കണ്ടന്റ് തന്നെയാണ് ഈ പറഞ്ഞിരിക്കുന്ന സിലബസ്. അപ്പൊ അവിടെ നമുക്കിപ്പോ സിലബസ് ഡൗൺലോഡ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് ഓരോന്ന് നമ്മൾ മനസ്സിലാക്കി പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനൊരു ഹെൽപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് സീറ്റഡ് 2 നമ്മുടെ സയൻസിന്റെ ക്ലാസ് ആണ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ തന്നെ സയൻസില് നിങ്ങൾ സീറ്റഡ് 2 ആണെങ്കിൽ 6 to 8 വരെയുള്ള ക്ലാസ്സുകൾക്കാണ് സീറ്റഡ് 2 ആപ്ലിക്കബിൾ ആണെന്ന് പറഞ്ഞാൽ 6 to 8 ക്ലാസ്. അപ്പൊ ഇവിടെ നമ്മൾ സയൻസ് ടെക്സ്റ്റ് ബുക്ക് പഠിക്കുകയാണെങ്കിൽ 6th സ്റ്റാൻഡേർഡ് മുതൽ 10th വരെ, മാക്സിമം 10th വരെ പഠിച്ചാലും വലിയ തെറ്റൊന്നുമില്ല. അപ്പൊ നമ്മൾ 6th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്കിൽ NCERT എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്നാണ് ഇന്നത്തെ ക്ലാസ് നോക്കാൻ പോകുന്നത്. ഈ ക്ലാസ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുമെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും കൂടെ വേണം. അപ്പൊ ക്ലാസ്സിലേക്ക് കടക്കാം. ക്ലാസ് കണ്ടു മനസ്സിലാക്കാം. 6th സ്റ്റാൻഡേർഡ് NCERT സിലബസിലെ 6th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിലെ സയൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പൊ സീറ്റഡ് പരീക്ഷയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സീറ്റഡ് 2 ആണെങ്കിൽ 6 to 8 അല്ലെ, മാക്സിമം 10th സ്റ്റാൻഡേർഡ് വരെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് നല്ല തറവായിട്ടിരിക്കണം. കാരണം നമ്മൾ സിലബസിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങൾ ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നുള്ളതാണ്. അപ്പൊ നമ്മൾ അത് നോക്കാം. അപ്പൊ ഫസ്റ്റ് നമ്മൾ സ്റ്റാൻഡേർഡ് 6ലെ സയൻസ് ആണ് നോക്കാൻ പോകുന്നത്. ചാപ്റ്റർ 1 വണ്ടർഫുൾ വേൾഡ് ഓഫ് സയൻസ്. അപ്പൊ ഞാൻ ഇവിടെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് നോട്ട് ചെയ്യുന്നത്. നിങ്ങൾ ആ പോയിന്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. ആദ്യം ഈ ഒരു ചാപ്റ്ററിൽ നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് മനസ്സിലാക്കേണ്ടത് 6th സ്റ്റാൻഡേർഡിലെ സയൻസ് ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ പേര് തന്നെ ക്യൂരിയോസിറ്റി എന്നാണ്. അപ്പൊ ക്യൂരിയോസിറ്റി എന്നാണ് ടെക്സ്റ്റ് ബുക്കിന്റെ പേര്. അപ്പൊ ഇവിടെ നമ്മുടെ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? എന്തും കണ്ടുപിടിക്കുന്ന ക്യൂരിയോസിറ്റി. സയൻസ് സബ്ജക്ട് എന്ന് പറഞ്ഞാൽ എല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ. ഓരോ കാര്യങ്ങൾ നമ്മൾ തിങ്ക് ചെയ്ത് ഒബ്സർവ് ചെയ്ത് അല്ലെ, ആലോചിച്ച് അല്ലെങ്കിൽ അത് നിരീക്ഷിച്ച് ഓരോ വസ്തുക്കൾ മനസ്സിലാക്കി വരികയാണ്. അതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ നിരീക്ഷിച്ച് അതുപോലെ തന്നെ ചിന്തിച്ച് നമ്മൾ പല വസ്തുതകൾ അല്ലെങ്കിൽ പല കാര്യങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തുന്നു. യൂണിവേഴ്സിന്റെ പല സീക്രട്സ് കണ്ടെത്തുന്നു. അതാണ് സയൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതെന്താണെന്ന് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പൊ സയൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ വേ ഓഫ് തിങ്കിങ്, ഒബ്സർവിങ് ആൻഡ് ഡൂയിങ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വി ലിവ് ഇൻ ആൻഡ് ടു അൺകവർ ദ സീക്രട്സ് ഓഫ് യൂണിവേഴ്സ്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് എന്താണ്? തിങ്കിങ്, ഒരു വഴി എന്താണ് തിങ്കിങ് അല്ലെങ്കിൽ ഒബ്സർവിങ്, അതുപോലെ ഡൂയിങ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വി ലിവ് ഇൻ ആൻഡ് ടു അൺകവർ ദ സീക്രട്സ് ഓഫ് യൂണിവേഴ്സ്. അപ്പൊ യൂണിവേഴ്സിന്റെ
സീക്രട്സ് അത് അൺകവർ ചെയ്യുക, അതായത് പുറമെ കാണാൻ സാധിക്കാത്ത നമ്മുടെ യൂണിവേഴ്സിന്റെ സീക്രട്സിനെയൊക്കെ റിവീൽ ചെയ്യുക. അതുപോലെ തന്നെ എന്താണ് വേൾഡിൽ നമ്മൾ ജീവിക്കുന്ന വേൾഡിലുള്ള കാര്യങ്ങളെ ചിന്തിക്കുന്നു, അതിനെ നിരീക്ഷിക്കുന്നു, അല്ലെ അതിനെ നിരീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഡൂയിങ് തിങ്സ്, എന്തിനാണ് നമ്മൾ വസ്തുക്കൾ ചെയ്യുന്നത്, ഓരോ പ്രവർത്തികൾ ചെയ്യുന്നത്, ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വി ലിവ് ഇൻ, നമ്മൾ ജീവിക്കുന്ന വേൾഡിനെ കുറിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു രീതി, ചിന്തിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ നിരീക്ഷിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഓരോ വസ്തുക്കൾ പ്രവർത്തിക്കുന്ന ഒരു രീതി, അതിനെയാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസ് എന്താണ്? ഇറ്റ്സ് എ വേ ഓഫ് തിങ്കിങ്, ഒബ്സർവിംഗ് ആൻഡ് ഡൂയിങ് തിങ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ വേൾഡ് വി ലിവ് ഇൻ ആൻഡ് ടു അൺകവർ ദ സീക്രട്സ് ഓഫ് യൂണിവേഴ്സ്. അപ്പൊ അത്രയാണ് സയൻസിനെ കുറിച്ച് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനി നമ്മൾ സയൻസിന്റെ പറഞ്ഞില്ലേ, നമ്മളിപ്പം സയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ വേൾഡ് എന്ന് പറയുന്നത് അവിടെ ഡിഫറെന്റ് എന്താണ് ലാൻഡ് ഫോംസ് ഉണ്ട്, അല്ലെ? അപ്പൊ അവിടെ എന്താണ് ഡെസേർട്ട് ഉണ്ട്, കോസ്റ്റൽ ഏരിയ ഉണ്ട്, അതുപോലെ ഓഷ്യൻ, പിന്നെ ഗാലക്സി, ഇതൊക്കെ നമുക്ക് സയൻസുമായി ബന്ധപ്പെട്ട് ഇത് കുറെ കാര്യങ്ങൾ ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ നമ്മൾ എർത്ത് നമ്മുടെ പ്ലാനറ്റിനെ കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട്. ഇറ്റ് ഇസ് ദ ഓൺലി പ്ലാനറ്റ് വി നോ ദാറ്റ് സപ്പോർട്ട്സ് ലൈഫ് ആൻഡ് ഇറ്റ് ഹാസ് ആൻ എൻവയോൺമെന്റ് ദാറ്റ് വി മസ്റ്റ് പ്രൊട്ടക്ട്. എർത്ത് എന്ന് പറയുന്നത് ലൈഫ് സപ്പോർട്ട് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് ആണ്. അത് അതിന്റെ എൻവയോൺമെന്റ് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരേ ഒരു പ്ലാനറ്റ് ഏതാണ്? എർത്ത് ആണ്. So there is an amazing variety of life on Earth. Plants and animals have managed to survive and thrive in different regions on this planet. So here, the variety of amazing varieties exist on Earth. Life in the പല varieties Earthil കാണപ്പെടുന്നു. അതായത് പ്ലാന്റ്സും അനിമൽസും ഏത് രീതിയിലാണ് ഇവിടെ സർവേ ചെയ്യാൻ മാനേജ് ചെയ്യുന്നത്, അങ്ങനെ പ്ലാന്റ്സ് ഈ പ്ലാനറ്റിന്റെ എർത്തിന്റെ പ്ലാനറ്റിനെ എവിടെയൊക്കെ പ്ലാന്റ്സും അനിമൽസും എങ്ങനെയൊക്കെ ജീവിക്കുന്നു എന്നൊക്കെ നമുക്ക് നമ്മൾ അത് പഠിക്കുന്നതൊക്കെയാണ് സയൻസ്. സയൻസിലൂടെയാണ് നമ്മൾ ഇതിനെയൊക്കെ മനസ്സിലാക്കുന്നത് ഓർത്തു വെക്കുക. അതായത് ഒരു സീഡ്, ഒരു പ്ലാന്റ്, ഹൗ സീഡ് ഹൗ ഗ്രോസ് ഇൻടു എ പ്ലാന്റ്, a caterpillar transformed a beautiful butterfly and many other observations. അപ്പൊ നമുക്ക് ചുറ്റും കാണുന്ന പല ഒബ്സർവേഷൻസിൽ ഒന്നാണ് ഒരു സീഡ് ഒരു പ്ലാന്റ് ആയിട്ട് വളരുന്നു, അതുപോലെ ഒരു കാറ്റർപില്ലർ ബ്യൂട്ടിഫുൾ ബട്ടർഫ്ലൈ ആയിട്ട് ട്രാൻസ്ഫോം ചെയ്യുന്നു, അതുപോലെ പല ഒബ്സർവേഷൻസും അതിൽ വരുന്നതാണ്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു രീതിയാണ് സയൻസ് എന്ന് പറയുന്നത്. ഹൗ ഡു ദീസ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഗ്രോ? ഈ പ്ലാന്റ്സും അനിമൽസും എങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്? നമുക്കറിയാം, ഗ്രോ ചെയ്യണം. ഓഫ് കോഴ്സ് വി നീഡ് ഫുഡ് ടു ഈറ്റ് ആൻഡ് എസ്പെഷ്യലി ഇൻ എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് കൺട്രി ലൈക്ക് ഇന്ത്യ, ഫുഡ് ഈസ് സോ ഫാസിനേറ്റിംഗ്. അപ്പോൾ നമുക്കറിയാം, ടു ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് എന്ത് വേണം? ഫുഡ് വേണം. ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഭക്ഷണം വേണം. അപ്പൊ നമ്മുടെ ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രി, നമ്മുടെ കൺട്രി എന്ന് ഒരു ഡൈവേഴ്സ് കൺട്രിയാണ്, ലാർജ് ആൻഡ് ഡൈവേഴ്സ് ആയിട്ടുള്ള കൺട്രിയിലെ ഫുഡ് എന്ന് പറയുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പല രീതിയിലുള്ള ഫുഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫുഡിനോടൊപ്പം തന്നെ ഒരു മനുഷ്യന് അല്ലെങ്കിൽ ലിവിംഗ് ബീയിങ്ങിന് സർവൈവ് ചെയ്യാൻ എന്തും വേണം? വാട്ടർ റെസിസ്റ്റ് ചെയ്യണം. അലോങ് വിത്ത് ഫുഡ് വി നീഡ് വാട്ടർ ടു സർവൈവ്. സോ വാട്ടർ ഇസ് സച്ച് എ ഡിലൈറ്റ്ഫുൾ സബ്സ്റ്റൻസ്. അപ്പൊ വെള്ളവും അതുപോലെ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. ഇനി എങ്ങനെയാണ് നമ്മൾ മഴ പെയ്യുന്നത്, അല്ലെ? അപ്പൊ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? അതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞു. നമുക്ക് പറയാം, the water freezes and becomes ice when you cool it and boils and becomes steam when you heat it, അല്ലെ? അപ്പൊ വെള്ളം എന്ന് പറയുന്നത് നമ്മൾ കൂൾ ചെയ്യുമ്പോഴത്തേക്കും, നമ്മൾ ഫ്രീസ് ചെയ്യുമ്പോൾ അത് ഐസ് ആവുകയും, കൂൾ ചെയ്ത് ഐസ് ആവുകയും, ബോയിൽ ചെയ്യുമ്പോഴത്തേക്കും അത് സ്റ്റീം ആയിട്ട് വേപ്പർ ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യുമ്പോൾ വേപ്പർ ആയി പോവുകയും ചെയ്യും എന്നൊക്കെ നമുക്കറിയാം, അല്ലെ? അപ്പൊ ഇതിന്റെയൊക്കെ ബേസ് എന്ന് പറയുന്നത് സയൻസ് ആണ്. അപ്പൊ ഇതിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അപ്പൊ അതുപോലെ തന്നെ there are many different things around us. നമുക്ക് ചുറ്റുമുള്ള പല തിങ്സ്, അല്ലെ? അത് നമ്മൾ എഴുതുന്ന പേന മുതൽ പേപ്പർ വി റൈറ്റ് ഓൺ, പെൻ വി റൈറ്റ് ഓൺ, and the metal key, the plastic ruler, etc. These are all materials which are made up of different kinds of materials. അപ്പൊ പറഞ്ഞിരിക്കുന്ന മെറ്റീരിയൽസ് നമ്മൾ ഇടുന്ന ഡ്രസ്സ് മുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും പല വെറൈറ്റി മെറ്റീരിയൽസ് ആണ്. അപ്പൊ ഇതെല്ലാം പല തിങ്സ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ അവിടെ നമ്മൾ അതിനെ കുറിച്ചൊക്കെ പഠിക്കുന്നത് എന്ത് തന്നെയാണ്? സയൻസ് തന്നെയാണ്. എക്സ്പ്ലോറിംഗ് തിങ്സ്, നമ്മൾ ഓരോ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നു, ഒബ്സർവ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്യുന്നു, അതൊക്കെ സയൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ കൂടുതലായിട്ട് പഠിക്കാനായിട്ട് എന്തോന്ന് വെച്ചാൽ വലിയ പഠിക്കാനായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ല. സയൻസ് എന്താണെന്ന് മനസ്സിലാക്കുക. സയൻസിലൂടെ എങ്ങനെയാണ് നമ്മളെ പല ഒബ്സർവേഷൻസിലൂടെ ഒക്കെയാണ് നമ്മൾ പല കാര്യങ്ങൾ കണ്ടെത്തുന്നതാണ് ഈ ചാപ്റ്ററിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത ചാപ്റ്റർ മുതലാണ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുള്ള കാര്യം വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഈ ചാപ്റ്ററിൽ എന്താണ് പഠിക്കാനുള്ളത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ വലുതായിട്ട് കൂടുതൽ നമുക്ക് പഠിക്കാനില്ല. അവിടെ നമ്മൾ സയൻസ് എന്താണ്, അപ്പൊ നമ്മളെ ലിവിങ്, നമുക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റ് എന്തൊക്കെ കാര്യങ്ങളാണെന്ന് മനസ്സിലാക്കിയത്. സെക്കൻഡ് ചാപ്റ്ററിൽ ഡൈവേഴ്സ് ലിവിംഗ് വേൾഡ് ആണ്. അവിടെയാണ് നമുക്ക് കുറച്ചെങ്കിലും എന്തെങ്കിലും മനസ്സിലാക്കാനുള്ളത്. ഞാൻ പറഞ്ഞു, നമ്മുടെ വേൾഡ്, നമ്മൾ ജീവിക്കുന്ന വേൾഡ് അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ലോകം എന്ന് പറയുന്നത് ഡൈവേഴ്സ് നിറഞ്ഞ, വൈവിധ്യം നിറഞ്ഞതാണ്.
അപ്പൊ പലതരത്തിലുള്ള അനിമൽസും പ്ലാന്റ്സും നമുക്ക് ചുറ്റുമുള്ള അനിമൽസും പ്ലാന്റ്സും ഒക്കെ ഒരേപോലത്തെയാണ്. ഡൈവേഴ്സ് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ ഈ ചാപ്റ്ററിൽ ആ ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് മനസ്സിലാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് ഡൈവേഴ്സ് ഇൻ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് അറൌണ്ട് അസ്. നമുക്ക് ചുറ്റുമുള്ള പ്ലാന്റ്സിനും അനിമൽസിന്റെ ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഇനി ഇവിടെ നമുക്ക് ചുറ്റുമുള്ള ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സിനെ ഒബ്സർവ് ചെയ്താൽ ഓരോ പ്ലാന്റ്സ്, അപ്പൊ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ കോമൺ ഗ്രാസ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റെം ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അത് സോഫ്റ്റും തിന്നുമായിരിക്കും അല്ലെ. കോമൺ ഗ്രാസിന്റെ സ്റ്റെം എങ്ങനെയായിരിക്കും? സോഫ്റ്റ് ആയിരിക്കും, അതുപോലെ തിന്നായിരിക്കും. ഇനി ലീവ്സ് എടുക്കുകയാണെങ്കിൽ കോമൺ ഗ്രാസിന്റെ ലീഫ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഷേപ്പ് ഓർ അറേഞ്ച് ഓഫ് ലീവ്സ് ആണ് ഇവിടെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ പറഞ്ഞതാണ് നമുക്ക് ചുറ്റുമുള്ള അനിമൽസും പ്ലാന്റ്സും ഡിഫറെന്റ് ഡൈവേഴ്സ് ഫോംസ് ഓഫ് അനിമൽസ് ആൻഡ് പ്ലാന്റ്സ് നമുക്ക് ചുറ്റുമുള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കിയാണ് ആ ഡൈവേഴ്സിറ്റി എങ്ങനെയാണ് മനസ്സിലാക്കിയാണ്. ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ കോമൺ ഗ്രാസിനെ കുറിച്ച് പറഞ്ഞു. കോമൺ ഗ്രാസിന്റെ സ്റ്റെം എന്ന് പറയുന്നത് എങ്ങനെയാണ്? സോഫ്റ്റും തിന്നുമായിരിക്കും. ഇനി അതിന്റെ ലീവ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ ഷേപ്പ് അറേഞ്ച്മെന്റ് ഓഫ് ലീവ്സിനെ കുറിച്ച് പറയാണ്. അപ്പോൾ കോമൺ ഗ്രാസ് ആകുമ്പോൾ ഒരു സിംഗിൾ ലീഫ് ആയിരിക്കും ഉള്ളത് അല്ലെ. സിംഗിൾ ലീഫ് ഗ്രോസ് ഓൾട്ടർനേറ്റീവ് ഫ്രം ഡിഫറെന്റ് പോയിന്റ്സ് ഓൺ ദി സ്റ്റെം. സ്റ്റെമ്മിലെ ഡിഫറെന്റ് പോയിന്റ്സിന് ഓൾട്ടർനേറ്റീവ് ആയിട്ട് ആണ് സിംഗിൾ ലീഫ് ഗ്രോ ചെയ്യുന്നത്. അതാണ് കോമൺ ഗ്രാസിലെ ലീഫിന്റെ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. സിംഗിൾ ലീഫ് ആണ് ഓൾട്ടർനേറ്റ് പോയിന്റ്സ്, സ്റ്റെമ്മിലെ ഓൾട്ടർനേറ്റ് പോയിന്റ്സിനാണ് സിംഗിൾ ലീഫ് ഗ്രോ ചെയ്യുന്നത്. ഇനി അതിന് ഫ്ലവേഴ്സ് ഉണ്ടോ? ഇല്ല. കോമൺ ഗ്രാസ് നമ്മൾ മിക്കതിനും ഫ്ലവേഴ്സ് ഇല്ല. ഇനി എനി അതർ ഒബ്സർവേഷൻ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഗ്രീൻ കളർ ലീവ്സ് ആണ് ഉള്ളത്. ഗ്രീൻ കളർ ലീവ്സ് ആണ്. ഇനി അതൊരു എക്സാമ്പിൾ തുളസി എടുക്കുകയാണ്. തുളസി എന്ന് പറയുമ്പോൾ അതിന്റെ സ്റ്റെം മറ്റേ ഗ്രാസിനെ സംരക്ഷിച്ചിടത്തോളം അത് ഹാർഡും തിന്നുമായിരിക്കും. അപ്പൊ തുളസി എന്ന് പറയുന്നതിന്റെ സ്റ്റെം ഹാർഡും തിന്നുമാണ്. ഇനി അതിന്റെ ലീവ്സ് അറേഞ്ച്മെന്റ് പറയുകയാണെങ്കിൽ ഒരു പെയർ ഓഫ് ലീവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അതായത് സിംഗിൾ ലീഫ് ആയിരുന്നു അല്ലെ. ഇതിന്റെ സ്റ്റെമ്മിന്റെ ഡിഫറെന്റ് പോയിന്റ്സ് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പറഞ്ഞു. ഇനി ഇവിടെ എന്ന് പറയുന്നത് ഒരു പെയർ ഓഫ് ലീവ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് അറേഞ്ച് ചെയ്തത്. അപ്പൊ നോക്കൂ അറേഞ്ച്മെന്റിലെ വ്യത്യാസം അല്ലെങ്കിൽ ആ സ്റ്റെമ്മിലെ വ്യത്യാസം എന്ന് പറഞ്ഞ ഡിഫറെന്റ് ഡൈവേഴ്സിറ്റി എക്സിസ്റ്റ് ചെയ്യുന്ന കണ്ടോ. ഇനി അതിന്റെ കളർ പറയുകയാണെങ്കിൽ ഫ്ലവേഴ്സിന്റെ കളർ എന്ന് പറയുന്നത് പിങ്കിഷ് പർപ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമ്മൾ ഏതൊരു ചെടി അല്ലെങ്കിൽ ഏതൊരു അനിമൽ എടുത്താലും അതിൽ എന്തുണ്ട്? അനിമൽസിന്റെ കേസ് ആണ് നോക്കുക. ഇപ്പൊ നമ്മുടെ പ്ലാന്റ്സിൽ തന്നെ വെറൈറ്റി ഓഫ് ഫീച്ചേഴ്സ് നമുക്ക് ചിലത് ടോൾ ആയിരിക്കും, ഷോർട്ട് ആയിരിക്കും അല്ലെ. ചിലത് ഹാർഡ് ആയിരിക്കും, ചിലതിന് സോഫ്റ്റ് സ്റ്റെം ആയിരിക്കും. ഇനി അതുപോലെ തന്നെ ലീവ്സിന്റെ ഡിഫറെന്റ് ഷേപ്പ് ആയിരിക്കും. പിന്നെ അതിന്റെ അറേഞ്ച്മെന്റ്സിന്റെ വ്യത്യാസം കാണും. ഫ്ലവേഴ്സിന്റെ കളറിലും ഷേപ്പിലും അത് സീഡിന്റെ ഷേപ്പിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പൊ അതാണ് ഡൈവേഴ്സ് ഫോംസ് ഓഫ് പ്ലാന്റ്സ് അറൈസ് എന്ന് പറയുന്നത്. ഇനി അതുപോലെ തന്നെ അനിമൽസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ എക്സാമ്പിൾ ചില ക്രോ എന്ന് പറയുന്ന അനിമലാണ്. എവിടെയാണ് അത്? പ്ലേസ് വേർ ദേ ലിവ് ഇൻ ട്രീ അല്ലെ. ഇൻ ഫുഡ് ദേ ഈറ്റ് ഇൻസെക്ട്സ്. ഇനി വേ ദേ മൂവ് അറൌണ്ട്, ഫ്ലൈ ആൻഡ് വാക്ക്. ഇനി എനി അതർ ഒബ്സർവേഷൻസ് ഫീച്ചേഴ്സ് ക്യാരിങ് എ ട്വിഗ് ഇൻ ഇറ്റ്സ് ബീക്ക്. അപ്പൊ ക്രോനെ സംബന്ധിച്ചിടത്തോളം ക്രോ ട്രീയിലാണ് വളരുന്നത്, പിന്നെ ജീവിക്കുന്നത് ട്രീയിലാണ് ജീവിക്കുന്നത്. അതുപോലെ തന്നെ അത് കഴിക്കുന്ന ഫുഡ് എന്ന് പറഞ്ഞാൽ ഇൻസെക്ട്സിനെയാണ്. അതുപോലെ അത് ഏത് രീതിയിലാണ് മൂവ് ചെയ്യുന്നത് വെച്ചാൽ ഫ്ലൈ ചെയ്യും, അതുപോലെ വാക്ക് ചെയ്യും അല്ലെ. പിന്നെ അത് മറ്റൊരു ഫീച്ചർ പറയുന്നത് എപ്പോഴും എന്റെ ബീക്കിൽ ഒരു ട്യൂക്ക്, ഒരു ചെറിയ കഷ്ണം കമ്പ് സൂക്ഷിച്ചിരിക്കും. ഇനി ആൻഡിന്റെ കേസ് ആണെങ്കിൽ ആൻഡ് എന്ന് പറയുന്നത് എവിടെയാണ് ജീവിക്കുന്നത്? നെസ്റ്റ് ഇൻ സോയിൽ ആൻഡ് ബോറോ. അതായത് ബൊറോസിൽ അല്ലെങ്കിൽ സോയിൽ നെസ്റ്റ് ഉണ്ടാക്കിയാണ് ആര് ജീവിക്കുന്നത്? ആൻഡ് ജീവിക്കുന്നത്. ഇനി എവിടെ ഫുഡ് ഭക്ഷിക്കുന്നത് എങ്ങനെയാണ്? ലീവ്സും സീഡ്സും ഇൻസെക്ട്സിനെയാണ് അത് ഫുഡായിട്ട് ഈറ്റ് ചെയ്യുന്നത്. ഇനി അതിന് മറ്റൊരു ഫീച്ചർ പറയുകയാണെങ്കിൽ 6 legs ഉണ്ടെന്ന് കൂടെ ഓർത്തു വയ്ക്കും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇവിടെ അനിമൽസിലും ഡിഫറെന്റ് ഡൈവേഴ്സ് ഫീച്ചേഴ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ഡിഫറൻസസ് എമംഗ് ദ അനിമൽസ് യു ഹാവ് ഒബ്സർവ്ഡ് ആൻഡ് റെക്കോർഡ്? അപ്പൊ നമ്മളിവിടെ അനിമൽസിനെയും പ്ലാന്റ്സിനെയൊക്കെ മനസ്സിലാക്കി. അപ്പൊ എന്തൊക്കെ ഡിഫറൻസും സിമിലാരിറ്റീസും ആണ് ഇവിടെ അനിമൽസ് ഒബ്സർവ് ചെയ്യുന്നത് വെച്ചാൽ നമുക്കറിയാം ചില അനിമൽസ് ലാൻഡിൽ ജീവിക്കുന്നു. അതിന് സിമിലാരിറ്റി പറയുന്നത് കുറെ അനിമൽസ് എന്തൊക്കെയാണ് ജീവിക്കുന്നത്? കരയിൽ ജീവിക്കുന്നു, ലാൻഡിൽ ജീവിക്കുന്നു. ചിലത് ട്രീസിൽ ജീവിക്കും. ബേർഡ്സ് ഒക്കെ ജീവിക്കുന്ന എവിടെയാ? ട്രീസ്. ദേ ലിവ് ഓൺ ട്രീസ്. ഇനി ഫിഷസ് ലിവ് ഇൻ വാട്ടർ ആൻഡ് സം അനിമൽസ് ലൈക്ക് ഫ്രോഗ്സ് ലിവ് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ വാട്ടർ. അപ്പൊ നമുക്ക് ബേർഡ്സ് ട്രീസിൽ ലിവ് ചെയ്യുന്നു. മോസ്റ്റ് ഓഫ് ദ അനിമൽസ് ടെറസ്ട്രിയൽ അനിമൽസ് എല്ലാം എന്താണ്? ലാൻഡിൽ ജീവിക്കുന്നു. അത് ഫിഷ് എന്ന് പറയുന്നത് അക്വാട്ടിക് ആണ്. അപ്പൊ അത് വാട്ടറിൽ ജീവിക്കുന്നു. ഇതുപോലെ ചില അനിമൽസ് ഫ്രോഗ്, അതിന് രണ്ട് ഇതുണ്ട്. ഒരു മോഡ് എന്താണ് അത് ചെറിയ അതിന്റെ ടാഡ്പോൾ ഉണ്ട്. ടാഡ്പോൾ ആണെങ്കിലോ അത് വാട്ടറിലാണ് ജീവിക്കുന്നത്. ഈ ഫ്രോഗ്സ് ലിവ് ഓൺ ലാൻഡ് ആസ് വെൽ ആസ് ഇൻ വാട്ടർ. അതുകൊണ്ട് തന്നെ ആംഫിബിയൻസ് എന്ന പേര് വിളിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുള്ള ചെറിയ ക്ലാസ്സിൽ അല്ലേ. അല്ലെങ്കിൽ എന്താണ്? ഇനി അനിമൽസ് ഓൾസോ ഹാവ് വെറൈറ്റി ഓഫ് ഫുഡ്സ് ദേ കൺസ്യൂം ആൻഡ് മൂവ്മെന്റ്സ് ദേ എക്സിബിറ്റ്. അപ്പോൾ അവർ ജീവിക്കുന്ന ചുറ്റുപാട് വ്യത്യസ്തമാണ്. അതുപോലെ തന്നെ അവർ കഴിക്കുന്ന ഫുഡിൽ വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ എന്താണ് അവര് നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ മൂവ്മെന്റ്സിന് വ്യത്യാസമുണ്ട്. എല്ലാ അനിമൽസും ഒരുപോലെയാണ് മൂവ്മെന്റ്സ് അല്ല. അപ്പൊ അതെല്ലാം നമ്മളിവിടെ ഒബ്സർവ് ചെയ്ത കാര്യമാണ്. ഇനി മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്
ഇനി ഈ ചാപ്റ്റർ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത്, അപ്പോൾ നമ്മൾ പഠിച്ചു ഡൈവേഴ്സിഫിക്കേഷൻ അല്ലെ, പ്ലാന്റ്സിലും അനിമൽസിലും വെറൈറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി ഇവിടെ നെക്സ്റ്റ് ഒരു ആക്ടിവിറ്റി ഒക്കെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ കോൺട്രിബ്യൂട്ട്സ് ടു ബയോഡൈവേഴ്സിറ്റി ഓഫ് ദിസ് റീജിയൻ. അപ്പോൾ ഒരു റീജിയനിലെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് എന്താണ്? വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഫൗണ്ട് ഇൻ എ പർട്ടിക്കുലർ റീജിയൻ. അതായത് ആ ഒരു പ്രദേശത്തെ ബയോഡൈവേഴ്സിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെയുള്ള ആ ഒരു റീജിയനിലുള്ള പർട്ടിക്കുലർ റീജിയനിൽ പ്ലാന്റ്സിന്റെയും അനിമൽസിന്റെയും ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ എന്താണ് വെറൈറ്റി, അല്ലെങ്കിൽ അതിന്റെ പല ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് എവിടെ ഒരു പർട്ടിക്കുലർ റീജിയൻ കാണുന്നെങ്കിൽ അതാണ് ആ റീജിയന്റെ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ബയോഡൈവേഴ്സിറ്റി മനസ്സിലാക്കുക. അവിടെ മനസ്സിലാക്കേണ്ടത് the variety of plants and animals found in a particular region contributes to the diversity of that region. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അടുത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് each member in the biodiversity of a region has a different role to play. അതായത് ബയോഡൈവേഴ്സിറ്റി റീജിയനിലെ ബയോഡൈവേഴ്സിറ്റി ഓരോ മെമ്പറിനും ഡിഫറെന്റ് റോൾസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. ഫോർ എക്സാമ്പിൾ ട്രീസ് പ്രൊവൈഡ് ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഒരു റീജിയനിലുള്ള ഡിഫറെന്റ് ഫോംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ്. അപ്പം അവർ ബയോഡൈവേഴ്സിറ്റി ആ റീജിയനിലെ ബയോഡൈവേഴ്സിറ്റിയിലെ ഓരോ മെമ്പറിനും അവരുടേതായ റോൾ പ്ലേ ചെയ്യാനുണ്ട്. അപ്പൊ എന്ന എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ട്രീസ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ഷെൽട്ടർ ടു സം ബേർഡ്സ് ആൻഡ് അതർ അനിമൽസ്. അനിമൽസ് ഹെൽപ്സ് ഇൻ സ്പ്രെഡിങ് സീഡ്സ് ആഫ്റ്റർ ഈറ്റിംഗ് ഫ്രൂട്ട്സ് ആൻഡ് സോ ഓൺ. അതായത് ഇവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് ഹെൽപ്പ് ചെയ്ത് അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്. അതായത് ട്രീസ് ഫുഡും അതുപോലെ ഷെൽട്ടറും ബേർഡ്സിന് കൊടുക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ള അനിമൽസിന് പ്രൊവൈഡ് ചെയ്യുന്നു. തിരിച്ച് അനിമൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഈ ട്രീസിന്റെ സീഡ്സ് പല സ്ഥലങ്ങളിലേക്ക് ഫ്രൂട്ട് ഒക്കെ ഈറ്റിയതിനു ശേഷം സ്പ്രെഡ് ചെയ്യുന്ന ആരുടെ ജോലിയാണ്? ഈ ബേർഡ്സിന്റെ അല്ലെങ്കിൽ ഈ ട്രീസിൽ ജീവിക്കുന്ന അനിമൽസിന്റെ ജോലിയാണ്. അപ്പൊ അങ്ങനെ അവർ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് അപ്പോൺ ഈച്ച് അതർ. Can you think of more examples? Here plants and animals are dependent on each other. ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രത്യേകത പ്ലാന്റ്സും അനിമൽസും പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നു. പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഡിപ്പെൻഡ് ഓൺ ഈച്ച് അതർ. അപ്പൊ ഇത്രയും പോർഷൻസ് പഠിച്ചത് എന്തൊക്കെയാണ്? നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ എൻവയോൺമെന്റ്, നമുക്ക് ചുറ്റുള്ള എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഡൈവേഴ്സ് ഫോംസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ഉണ്ടായിരുന്നു. ഇനി എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പഠിച്ചു. അടുത്തത് ഈ ബയോഡൈവേഴ്സിറ്റി തന്നെ ഈ അനിമൽസും പ്ലാന്റ്സും ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഹൗ ഡു ഗ്രൂപ്പ് പ്ലാന്റ്സ് ആൻഡ് എങ്ങനെയാണ് നമുക്ക് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുന്നത്? അപ്പൊ എങ്ങനെയാണ് അവയെ ഗ്രൂപ്പ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞു ഗ്രൂപ്പ് ചെയ്യണമെങ്കിൽ കോമൺ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും അല്ലെ. ഗ്രൂപ്പ് ദം ഓൺ ദ ബേസിസ് ഓഫ് കോമൺ ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവയെ ഗ്രൂപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നമ്മളെ ഇപ്പൊ നോക്കുമ്പോൾ ഹൈറ്റ്, നമുക്ക് കുട്ടികളെ ഗ്രൂപ്പ് ചെയ്യുന്ന നമ്മൾ ഹൈറ്റ് ബേസിസ് ഗ്രൂപ്പ് ചെയ്യും അല്ലെ. ഇവിടെ പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? ഒന്നിന് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫ്ലവേഴ്സിന്റെ പ്രസൻസ് ആബ്സെൻസ് നമുക്ക് പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ സ്റ്റെം ഹാർഡ് ആണോ സോഫ്റ്റ് ആണോ അതനുസരിച്ച് നമുക്ക് പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇനി അനിമൽസിന്റെ കേസിലാണെങ്കിൽ ഈറ്റിംഗ് ഹാബിറ്റ്സ് വെച്ച് നമുക്ക് അനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യാം. അതുപോലെ തന്നെ ഏത് പ്ലേസിലാണ് അവർ താമസിക്കുന്നത് അതനുസരിച്ച് നമുക്ക് അനിമൽസിനെ എന്ത് ചെയ്യാം? ഗ്രൂപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അത്രയാണ് നമ്മളിവിടെ. അപ്പൊ പ്ലാന്റ്സിനെ അനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഓരോന്നിനും ഒരു കോമൺ ഫീച്ചേഴ്സ് വെച്ചാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. ഇനി പ്ലാന്റ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് എന്തൊക്കെ ഫീച്ചേഴ്സ് പ്ലാന്റ്സിൽ കാണാം? സ്റ്റെംസിൽ വ്യത്യാസം കാണാം, ലീവ്സില്, ഫ്ലവേഴ്സില്, അതുപോലെ ഹൈറ്റില്, തിക്നെസ്സില്, ഷേപ്പ് ഓഫ് ദി സീഡ്, കളർ, സൈസ് എക്സെട്ര, ഇതെല്ലാം ഡിഫറൻസ് കാണാം. അപ്പൊ ഈ ഡിഫറൻസ് വെച്ചുകൊണ്ട് നമുക്ക് പ്ലാന്റ്സിനെ പ്രധാനമായിട്ടും നമ്മൾ കൊച്ചു ക്ലാസ്സിലെ പഠിച്ചിട്ടുള്ളതാണ് പ്ലാന്റ്സ് ആർ ഗ്രൂപ്പ്ഡ് ഇൻടു ഹെർബ്സ്, shrubs and trees based on their height and type of stem. അപ്പൊ പല രീതിയിൽ പ്ലാന്റ്സ് ഡൈവേഴ്സിഫിക്കേഷൻ വേരിയേഷൻ കാണിക്കുന്നു. പക്ഷെ നമ്മൾ പഠിച്ചിട്ടുള്ളത് എന്താണ്? പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എന്തിന്റെ? ബേസ്ഡ് ഓൺ ടൈപ്സ് ഓഫ് ഹൈറ്റ് ആൻഡ് ടൈപ്പ് ഓഫ് സ്റ്റെം. ഹൈറ്റിന്റെയും സ്റ്റെമ്മിന്റെയും ടൈപ്പ് അനുസരിച്ച് പ്ലാന്റ്സിനെ മൂന്നായിട്ടാണ് ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് ഹെർബ്സ്, shrubs and trees. ഫസ്റ്റ് പ്ലാന്റ്സിന്റെ ക്ലാസിഫിക്കേഷൻ പഠിക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ആർ ക്ലാസിഫൈഡ് herbs, shrubs and trees based on their height and type of stem. അത് ഒരു ഫീച്ചർ ആണെന്ന് മനസ്സിലാക്കുക. അപ്പൊ അത് അങ്ങനെയാണ് ഒരു രീതിയിൽ പ്ലാന്റ്സിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്യുന്നത്. എന്താണ്? based on the heights and type of stem. They are grouped into 3. അതെ herbs, shrubs and trees. നമ്മൾ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളത്. ഇനി നോക്കാം ഇവിടെ ട്രീസ്, herbs and shrubs and trees നമ്മൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ some plants grow really tall and have hard, thick, brown and woody stems. ചില പ്ലാന്റ്സ് വളരെ വലുത് പൊക്കത്തിൽ വളരുന്നു. അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് ഹാർഡ് ആയിരിക്കും, തിക്ക് ആയിരിക്കും, അതുപോലെ ബ്രൗൺ വുഡിയുമായിരിക്കും. തടി അല്ലെ, ഹാർഡ്, തിക്ക്, ബ്രൗൺ ആൻഡ് വുഡി സ്റ്റെംസ് ആയിരിക്കും ആ പ്ലാന്റ്സിനുള്ളത്. ഇനി അവരുടെ ബ്രാഞ്ചസ് typically start higher up on the stem and away from the ground. അപ്പൊ സ്റ്റെമ്മിന്ന് പൊക്കത്തിലായിരിക്കും ബ്രാഞ്ചസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, അതുപോലെ ഗ്രൗണ്ടിൽ നിന്ന് വളരെ ദൂരത്തിലുമായിരിക്കും ഈ പറയുന്ന ബ്രാഞ്ചസ് കാണുന്നത്. ഇപ്പൊ ഇത്തരത്തിലുള്ള പ്ലാന്റ്സിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ട്രീസ് എന്ന് വിളിക്കുന്നത്. നമുക്ക് മാംഗോ ട്രീ പറയാം, ജാക്ക് ഫ്രൂട്ട് ട്രീ പറയാം അല്ലെ. അപ്പൊ ട്രീസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും? ട്രീസിന്
ടോൾ ആയിരിക്കും, റിയലി ടോൾ ആയിരിക്കും. അതായത് അതിന്റെ സ്റ്റെം എന്ന് പറയുന്നത് ഹാർഡ്, തിക്, ബ്രൗൺ ആൻഡ് വുഡി സ്റ്റെംസ് ആയിരിക്കും. ബ്രാഞ്ച് ടിപ്പിക്കലി ഹയർ ഓൺ അപ്പ് ഓൺ ദി സ്റ്റെം, സ്റ്റെമ്മിന് മുകളിലോട്ടായിരിക്കും ബ്രാഞ്ചസ് കാണുന്നത്. അത് എപ്പോഴും എവേ ഫ്രം ദി ഗ്രൗണ്ട് ആയിരിക്കും. അപ്പൊ അത്തരം പ്ലാന്റ്സ് ട്രീസ് എന്ന് വിളിക്കുന്ന എക്സാമ്പിൾ പഠിച്ചിട്ടുണ്ട്. ഇനി സം പ്ലാന്റ്സ് നോട്ട് ആസ് ടോൾ ആസ് ട്രീസ്. ചില പ്ലാന്റ്സ് ട്രീസിന് അത്രയും പൊക്ക വരെ കാണില്ല. അപ്പൊ അത്തരം പ്ലാന്റ്സിന്റെ സ്റ്റെം എന്ന് പറയുന്നത് brown woody stems കാണും. These plants often may have many brown woody stems that start branching very close to the ground. അപ്പൊ ഇവിടെ ചില പ്ലാന്റ്സ് ട്രീസിന് അത്രയും സ്റ്റോൾ ആയിരിക്കില്ല. അതുപോലെ തന്നെ അവരുടെ വുഡി സ്റ്റെംസ് എന്ന് പറയുന്ന ബ്രൗൺ വുഡി സ്റ്റെംസ് അവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ബ്രൗൺ വുഡി സ്റ്റെം എന്ന് പറയുന്നത് ധാരാളം ബ്രൗൺ വുഡി സ്റ്റെംസ് ഉണ്ടായിരിക്കും. നമ്മുടെ ട്രീസിന്റെ കേസിൽ ഒരു വുഡി സ്റ്റെമ്മേ കാണുള്ളൂ അല്ലെ, ഒരു മെയിൻ വുഡി സ്റ്റെം കാണും. അപ്പൊ ഇവിടെ പ്ലാന്റ്സ് മറ്റുള്ള പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഇപ്പൊ ഈ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ എന്താണ് ബ്രൗൺ വുഡി സ്റ്റെംസ്, കുറെ ബ്രൗൺ വുഡി സ്റ്റെംസ് കാണും അല്ലെ. ഇവിടെ എന്താണ് മെയിൻ ഒരു സ്റ്റെം കാണും. ഇവിടെ എന്താ പറഞ്ഞത്, ദീസ് പ്ലാന്റ്സ് ഓഫൺ ഹാവ് മെനി ബ്രൗൺ വുഡി സ്റ്റെംസ് ദാറ്റ് സ്റ്റാർട്ട് ബ്രാഞ്ചിങ് വെരി ക്ലോസ് ടു ദി ഗ്രൗണ്ട്. ഗ്രൗണ്ടിന് ക്ലോസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്തുകൊണ്ട് ധാരാളം ബ്രൗൺ വുഡി സ്റ്റെംസ് എവിടെ കാണപ്പെടുന്നു, ഈ പറയുന്ന പ്ലാന്റ്സിൽ കാണപ്പെടുന്നു. അവർക്ക് ട്രീറ്റിന് അത്ര ടോൾനെസ് ഇല്ലെന്ന് മനസ്സിലാക്കാം. ആ ഒരു സ്റ്റെമ്മും ഹാർഡാണ്, പക്ഷെ ട്രീന്റെ സ്റ്റെം പോലെ അത്ര തിക്ക് അല്ലെന്ന് മനസ്സിലാക്കാം. അപ്പൊ ആ പ്ലാന്റ്സിനാണ് ഷ്രബ്സ് എന്ന് വിളിക്കുന്നത്. എക്സാമ്പിൾ റോസ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഷ്രബാണ്. അപ്പൊ നമുക്കൊരു ട്രീ എടുക്കാം, ഒരു മാംഗോ ട്രീ എടുക്കാം, ഒരു റോസ് പ്ലാന്റ് എടുക്കാം. അപ്പൊ മാംഗോ ട്രീ എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ ഹൈറ്റ് നോക്കാൻ നമുക്ക് മനസ്സിലാവും. റോസ് പ്ലാന്റ് എത്ര ഹൈറ്റ് ഉണ്ടോ ഇല്ല. ഇനി മാംഗോ ട്രീയുടെ സ്റ്റെം നോക്കുകയാണെങ്കിൽ അത് തിക്ക് ആയിരിക്കും, ബ്രൗൺ വുഡി സ്റ്റെം ആയിരിക്കും അല്ലെ. തിക്ക് ആണ്, അതുപോലെ തന്നെ ബ്രൗൺ വുഡി സ്റ്റെം ആയിരിക്കും. ഇനി തിക്ക് ബ്രൗൺ വുഡി സ്റ്റെംസ് ഹാർഡ് ആയിരിക്കും. ഇനി അതേസമയം ഈ ഒരു ഇതിപ്പോ പിന്നെ റോസ് ആണെങ്കിലും റോസ് പ്ലാന്റിന്റെ സ്റ്റെം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും, ബ്രൗൺ വുഡി സ്റ്റെമ്മിനെ ആയിരിക്കും. പക്ഷെ മെയിൻ ബ്രൗൺ വുഡി സ്റ്റെംസ് എങ്ങനെ ബ്രാഞ്ച് ഔട്ട് ചെയ്ത് ഗ്രൗണ്ടിന് ക്ലോസ് ആയിട്ട് ബ്രാഞ്ച് ഔട്ട് ചെയ്ത് കാണപ്പെടുന്നത്. പക്ഷെ ട്രീസിന്റെ കേസിലോ ഗ്രൗണ്ടിന് എവേ ആയിട്ട് സ്റ്റെമ്മിന് മുകളിലോട്ടായിട്ടാണ് എന്ത് കാണപ്പെടുന്നത്, ഈ ബ്രൗൺ വുഡി സ്റ്റെം കാണപ്പെടുന്നത്. ഷ്രബ്സിന്റെ കേസിലാണെങ്കിൽ ഗ്രൗണ്ടിന് ക്ലോസ് ആയിട്ട് മെനി ബ്രൗൺ വുഡി സ്റ്റെംസ് ബ്രാഞ്ച് ചെയ്ത് കാണപ്പെടുന്നു. ഇനി ആ സ്റ്റെംസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും, നല്ല ഹാർഡും തിക്കും ആയിരിക്കും ട്രീസിന്റെ കേസിൽ. ഇവിടെ ഹാർഡ് ആയിരിക്കും, ബട്ട് നോട്ട് ആസ് മച്ച് തിക്ക് ആസ് എ ട്രീസ്. ട്രീസിന്റെ സ്റ്റെമ്മിനെ പോലെ അത്രത്തോളം തിക്നെസ് കാണിക്കില്ല. അപ്പൊ ഇത്തരം പ്ലാന്റ്സിനെ എന്ത് വിളിക്കും, ഷ്രബ്സ് എന്ന് വിളിക്കും. അതിന് എക്സാമ്പിൾ വരുന്ന റോസ് പ്ലാന്റ് എന്ന് ഓർത്ത് വയ്ക്കാം. ഇനി അടുത്ത നെക്സ്റ്റ് ഡിഫറൻസ് പറയുന്നത് പ്ലാന്റ്സ് വിച്ച് ആർ സോഫ്റ്റ് ആൻഡ് ഗ്രീൻ സ്റ്റെംസ്. പ്ലാന്റ്സിന് സോഫ്റ്റും ഗ്രീൻ സ്റ്റെംസും ആണ് ഉള്ളതെങ്കിൽ അതിനെ ഹെർബ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പം സ്റ്റെം എങ്ങനെയായിരിക്കണം, സോഫ്റ്റ് ആയിരിക്കണം, ഗ്രീൻ ആയിരിക്കണം. അങ്ങനത്തെ പ്ലാന്റ്സിനാണ് നമ്മൾ ഹെർബ്സ് എന്ന് വിളിക്കുന്നത്. ഒരു ടൊബാറ്റോ പ്ലാന്റ് അടിക്കുന്നത് ഹെർബാണ്, അതിന് സോഫ്റ്റ് ആയിട്ടുള്ള ഗ്രീൻ സ്റ്റെംസ് ആണുള്ളത്, അതിന് ഹെർബാണെന്ന് ഉദ്ദേശിക്കുക. ഇനി ചില പ്ലാന്റ്സിന് സ്റ്റെംസ് വളരെ വീക്ക് ആയിരിക്കും ആൻഡ് ദേ നീഡ് സപ്പോർട്ട് ടു ക്ലൈംബ് ആൻഡ് ഗ്രോ ആൻഡ് ദേ ആർ കോൾഡ് ക്ലൈംബേഴ്സ്. ചില പ്ലാന്റ്സിന് സ്റ്റെം വീക്ക് ആയിരിക്കും, so they need support to climb and grow, and those plants are known as climbers. In some plants creep along the ground and are called creepers. Climbers എന്ന് പറയുമ്പോഴത്തേക്ക് അതിന് എന്ത് വേണം, they need support to climb and they grow on trees. അപ്പൊ നമ്മള് ഇപ്പം വിറ്റർ ഗാർഡ് ഒക്കെ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ്, പാവയ്ക്ക, അതുപോലെ തന്നെ കോവയ്ക്ക, മുതല, അതുപോലെ എന്താണ് പീ പ്ലാന്റ്, ഇതെല്ലാം എന്താണ്, അതെല്ലാം ക്ലൈംബേഴ്സ് ആണ്. സ്റ്റെം വളരെ വീക്ക് ആണ് ആൻഡ് ദേ നീഡ് സപ്പോർട്ട് ടു ക്ലൈംബ് ആൻഡ് ഗ്രോ, സോ ദേ ആർ നോൺ ആസ് ക്ലൈംബേഴ്സ്. വേറസ് നമ്മളിപ്പം മെലൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, മത്തൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പ്ലാന്റ്സ് എങ്ങനെയാണ്, ആ പ്ലാന്റ്സ് എങ്ങനെയാണ്, ഗ്രൗണ്ടിലാണ് ക്രീപ്പ് ചെയ്ത് കാണപ്പെടുന്നത്. അപ്പൊ അതിന് ക്രീപ്പേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ആ ക്രീപ്പേഴ്സിന് എക്സാമ്പിൾ ആണ് മെലൻ എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. അപ്പൊ അവിടെ നമ്മൾ ഇവിടെ പ്ലാന്റ്സിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എന്തിന്റെ ബേസിലാണ്, ഹൈറ്റും അതുപോലെ തന്നെ ടൈപ്പ് ഓഫ് സ്റ്റെമ്മിന്റെ ബേസിസിലാണ് ഇവിടെ നമ്മൾ എന്താ മൂന്നായിട്ട് ക്ലാസിഫൈ ഗ്രൂപ്പ് ചെയ്ത് ഏതൊക്കെയാണ്, എന്താണ് ഹെർബ്സ്, ഷ്രബ്സ് ആൻഡ് ട്രീസ്. അപ്പൊ അതിന്റെ ഡിഫറൻസ് പഠിച്ചു, അതിന്റെ ഓരോ എക്സാമ്പിൾസ് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. ഇനി നമ്മള് പ്ലാന്റ്സിന്റെ വേരിയേഷൻ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ലീവ്സ്. ലീഫിന്റെ ഷേപ്പും സ്ട്രക്ചറും കൺസിഡർ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. നമ്മൾ പറഞ്ഞ ടൈപ്സ്, സ്റ്റെമ്മിന്റെ ടൈപ്പും അതുപോലെ ടോൾനെസ്സും ഹൈറ്റ് ഒക്കെ നോക്കിച്ചാണ് നമ്മൾ അവിടെ ക്ലാസിഫിക്കേഷൻ പറഞ്ഞത് അല്ലെ, പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്തവർ. ഇനി അടുത്ത മനസ്സിലാക്കാൻ പോകുന്നത് വേരിയേഷൻ ഷേപ്പ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ലീവ്സ്. ലീവ്സിന്റെ ഷേപ്പിലും സ്ട്രക്ചറിലും വേരിയേഷൻ വെച്ച് നമുക്ക് പ്ലാന്റ്സിനെ എങ്ങനെയൊക്കെ ക്ലാസിഫൈ ചെയ്യാം, അതാണ് നോക്കുന്നത്. ഇനി എന്താണ് വെയിൻസ് എന്ന് പറയുന്നത്, തിൻ ലൈൻസ് ഓൺ ദ ലീവ്സ് ഓഫ് പ്ലാന്റ്സ്. പ്ലാന്റ്സ് നമ്മൾ ലീവ്സ് എടുക്കുകയാണെങ്കിൽ ആ ലീവ്സ് കാണുന്ന തിൻ ലൈൻസിനെയാണ് അതിന്റെ വെയിൻസ് ഉദ്ദേശിക്കുന്നത് അല്ലെ. The pattern of veins on leaf is called a venation. അപ്പൊ എത്തരത്തിലാണ് ആ വെയിൻസ്, അതായത് പാറ്റേൺ, ആ ലീഫിലെ വെയിൻസ് എങ്ങനെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ആ ഒരു പാറ്റേണിയാണ് അതിന്റെ വീനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ വെയിൻസ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന്റെ ലീവ്സിൽ കാണുന്ന തിൻ ലൈൻസിനെയാണ് വെയിൻസ് എന്ന് പറയുന്നത്.
A pattern of veins on the leaf is known as venation. അതിന്റെ ക്ലിയർ ആയല്ലോ. അപ്പൊ അടുത്ത് നമുക്ക് നോക്കാം. ഈ എക്സാമ്പിളിൽ ഒരു ഹിബിസ്കസ് ലീഫ് വന്നിട്ടുണ്ട്, അതുപോലെ ഒരു ബനാന ലീഫ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു ഗ്ലാസ് ലീഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഹിബിസ്കസ് ലീഫ് എന്ന് പറയുന്നത് അതിന്റെ വെയിൻസിന്റെ അറേഞ്ച് നോക്കൂ. നെറ്റ് ലൈക്ക് പാറ്റേൺ ഓഫ് വെയിൻസ് ഓൺ ബോത്ത് സൈഡ്സ്, മിഡിൽ തിക് മിഡിൽ വെയിൻ. അപ്പൊ തിക്ക് നമ്മള് ഹിബിസ്കസ് പ്ലാന്റ് എടുത്ത് നോട്ടീസ് ചെയ്തറിയാം, ഈ മിഡിൽ കാണുന്ന തിക്ക് ആയിട്ടുള്ള വെയിന് രണ്ട് വശത്തായിട്ടും നെറ്റ് ലൈക്ക് പാറ്റേണിൽ വെയിൻസ് കാണപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിലൊരു അറേഞ്ച്മെന്റിനെയാണ് എന്ത് വിളിക്കുന്നത്? റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. ഈ പാറ്റേൺ എന്ത് വിളിക്കുന്നു? റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയും. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹിബിസ്കസ് പ്ലാന്റിൽ നമ്മൾ എന്താ, ഹിബിസ്കസിന്റെ ലീഫിൽ എന്ത് വീനേഷൻ ആണ്? റെക്ടിക്കുലേറ്റ് വീനേഷൻ. എന്താണ് റെക്ടിക്കുലേറ്റ് വീനേഷൻ? ആദ്യം നമ്മൾ വെയിൻസ് എന്താണ് മനസ്സിലാക്കുക. ലീവ്സിന്റെ പ്ലാന്റ്സിന്റെ ലീവ്സിൽ കാണുന്ന തിൻ ലൈൻസിനെയാണ് വെയിൻസ് എന്ന് പറയുന്നത്. അതിന്റെ പാറ്റേൺ ഓഫ് അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ പാറ്റേൺ ഓഫ് വെയിൻസ് ഓൺ ലീഫ് ഇസ് കോൾഡ് വീനേഷൻ എന്ന് പറഞ്ഞു. ഇനി ചില ലീവ്സിൽ നമുക്ക് അതായത് ഇപ്പൊ ഒരു ഹിബിസ്കസ് ലീഫ് എടുക്കുകയാണെങ്കിൽ അതിനൊരു തിക് മിഡിൽ വെയിൻ കാണും, അതിന്റെ രണ്ട് വശത്തുമായിട്ട് ബോത്ത് സൈഡ്സിൽ നെറ്റ് ലൈക്ക് പാറ്റേൺ ഓഫ് വെയിൻസ് കാണും. ആ ഒരു അറേഞ്ച്മെന്റിനെയാണ്, ആ ഒരു പാറ്റേണാണ് റെക്ടിക്കുലേറ്റ് വീനേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹിബിസ്കസ് ലീഫ് എന്ത് വീനേഷൻ എക്സിബിറ്റ് ചെയ്യുന്നു? റെക്ടിക്കുലേറ്റ് വീനേഷൻ എക്സിബിറ്റ് ചെയ്യുന്നു. അതൊരു ക്വസ്റ്റ്യൻ ആണ്, അത് മനസ്സിലാക്കി വെക്കുക. അടുത്ത ബനാന ലീഫ് എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കും, ബനാന ലീഫിൽ യു മേ ഒബ്സർവ് ദ വെയിൻസ് റൺ പാരലൽ. വെയിൻസ് പാരലൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. ഈ ഒരു പാറ്റേൺ പാരലൽ വീനേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ ബനാന ലീഫിന്റെ വെയിൻസ് പാരലൽ ആയിട്ടാണ് റൺ ചെയ്യുന്നത്. ഈ ഒരു ടൈപ്പ് ഓഫ് വീനേഷൻ എന്ന് വിളിക്കും പാരലൽ വീനേഷൻ. അപ്പൊ ബനാന പ്ലാന്റ്സ് എന്ത് എക്സിബിറ്റ് ചെയ്യുന്നു? പാരലൽ വീനേഷൻ കാണിക്കുന്നു. അതുപോലെ ഗ്രാസ് ലീഫ് എടുക്കുകയാണെങ്കിൽ അതിലെ വെയിൻസ് പാരലൽ ആയിട്ടാണ് കാണപ്പെടുന്നത്. അപ്പൊ ഇത് ഗ്രാസ് ലീഫും അതുപോലെ ബനാന ലീഫും എന്ത് വീനേഷൻ ആണ് എക്സിബിറ്റ് ചെയ്യുന്നത്? പാരലൽ വീനേഷൻ ആണ്, ഓർത്തു വയ്ക്കുക. അപ്പൊ നമ്മൾ രണ്ട് ടൈപ്പ് വീനേഷൻ പഠിച്ചു, റെക്ടിക്കുലേറ്റ് വീനേഷൻ, പാരലൽ വീനേഷൻ. വെയിൻസ് എന്താണ് പഠിച്ചു, വീനേഷൻ എന്താണ് പഠിച്ചു, ടു ടൈപ്സ് ഓഫ് വീനേഷനും അതിന്റെ എക്സാമ്പിൾസ് നോക്കും. അടുത്ത ഈ ചാപ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് പ്ലാന്റ്സിന്റെ റൂട്ട് ഒബ്സർവ് ചെയ്യും. ഒരു പ്ലാന്റ്സിന്റെ റൂട്ട്സിലും നമുക്ക് റൂട്ട്സിനെ ബേസ് ചെയ്തും അവനെ ക്ലാസിഫൈ ചെയ്യാവുന്നതാണ്. അപ്പൊ റൂട്ട്സിന്റെ ജോലി എന്താണ്? റൂട്ട്സ് വെള്ളം സോയിലിൽ നിന്ന് വലിച്ചെടുത്ത് അതിനെ വളരാൻ സഹായിക്കുന്നതാണ് റൂട്ട്സിന് പ്രധാനപ്പെട്ട ജോലി. അപ്പൊ നോക്കൂടെ, ഒരു മസ്റ്റേർഡ് പ്ലാന്റ്, ഒരു കടുക് ചെടിയുടെ റൂട്ടും അതുപോലെ തന്നെ ഒരു കോമൺ ഗ്രാസിന്റെ റൂട്ടും ആണ് നമ്മളോട് നോക്കാൻ പോകുന്നത്. ഇനി അത് എന്തൊക്കെയാണ് നോക്കാം. ഒരു മസ്റ്റേർഡ് പ്ലാന്റ് റൂട്ടിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ the roots of this plants consist of one main root and small side roots arising from it. അപ്പൊ മസ്റ്റേർഡ് പ്ലാന്റിൽ എന്താണ് കാണപ്പെടുന്നത്? ഒരു കോമൺ ആയിട്ടുള്ള മെയിൻ റൂട്ട് കാണപ്പെടുന്നു. ആ മെയിൻ റൂട്ടിന് സൈഡ്സിൽ നിന്ന് സ്മോൾ സൈഡ് റൂട്ട്സ് അറൈസ് ചെയ്യുന്നുണ്ട്. അപ്പം മസ്റ്റേർഡ് പ്ലാന്റ് റൂട്ട്സ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ മനസ്സിലാക്കുക, ആ ഒരു പ്ലാന്റിന്റെ റൂട്ട് എന്ന് പറയുന്നത് ഒരു കോമൺ മെയിൻ റൂട്ട് ഉണ്ട്. മെയിൻ റൂട്ടിന് സൈഡ്സ് ആയിട്ട് സ്മോൾ സൈഡ് റൂട്ട്സ് ഉണ്ട്. ഈ മെയിൻ റൂട്ടിനെയാണ് ടാപ്പ് റൂട്ട് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ ഒരു സിസ്റ്റത്തിനെയാണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ ടാപ്പ് റൂട്ട് സിസ്റ്റം കാണപ്പെടുന്ന മറ്റൊരു ചെടി പ്ലാന്റ് ഏതാണെന്ന് വെച്ചാൽ ഹിബിസ്കസ് ആണ് ഇവിടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, ടാപ്പ് റൂട്ട് സിസ്റ്റത്തിൽ എന്താണ്? റൂട്ട്, ഒരു കോമൺ റൂട്ട് കാണും. ആ റൂട്ടിന് രണ്ട് ബോത്ത് സൈഡ്സിൽ നിന്ന് സ്മോൾ സൈഡ് റൂട്ട്സ് റൈസ് ചെയ്യുന്നു. അപ്പൊ ആ മെയിൻ റൂട്ടിനാണ് നമ്മൾ വിളിക്കുന്ന ടാപ്പ് റൂട്ട് എന്നും ആ സിസ്റ്റത്തിനെ ടാപ്പ് റൂട്ട് സിസ്റ്റം എന്നും വിളിക്കും. അടുത്തത് നമ്മൾ കോമൺ ഗ്രാസ് എടുക്കുകയാണെങ്കിൽ കോമൺ ഗ്രാസിലെ റൂട്ട്സ് എങ്ങനെയാണ് അപ്പിയർ ചെയ്യുന്നത്? ഒരു ബഞ്ച് ആയിട്ട് അപ്പിയർ ചെയ്യുന്നത്, ബഞ്ച് ഓഫ് സിമിലർ സൈസ്ഡ് തിൻ റൂട്ട്സ്. അപ്പൊ കോമൺ ഗ്രാസിൽ തിൻ റൂട്ട്സ് ആയിരിക്കും കാണപ്പെടുന്നത്. ഇങ്ങനെയാണ് ഒരേ സൈസിലുള്ള, അതായത് സിമിലർ സൈസിലുള്ള ബഞ്ച് ഓഫ് റൂട്ട്സ് ആണ്, തിൻ റൂട്ട്സ് ആണ് കോമൺ ഗ്രാസിൽ കാണപ്പെടുന്നത്. അപ്പൊ കോമൺ ഗ്രാസിന്റെ റൂട്ട്സ് എന്ന് പറയുന്നത് it appears to be a bunch of similar sized thin roots. Similar സൈസുള്ള തിൻ റൂട്ട്സ് ആണ് കോമൺ ഗ്രാസിൽ കാണപ്പെടുന്നത്. അത് സ്റ്റെമ്മിന്റെ ബേസിൽ നിന്നാണ് അറൈസ് ചെയ്യുന്നത്, ഓർത്ത് വയ്ക്കുക. അപ്പൊ it arises from the base of the stem. Such roots are called fibrous roots. അപ്പൊ ഫൈബറസ് റൂട്ട്സിന് എക്സാമ്പിൾ ആണ് കോമൺ ഗ്രാസ് എന്ന് ഓർത്ത് വയ്ക്കുക. കോമൺ ഗ്രാസ് പ്ലാന്റിലെ റൂട്ട്സ് എങ്ങനെ അപ്പിയർ ചെയ്യും? ഒരു ബഞ്ച് ആയിട്ട്, അല്ലെ, സിമിലർ സൈസ്ഡ് തിൻ റൂട്ട്സ് ആണ് ഉള്ളത്. സിമിലർ സൈസുള്ള തിൻ റൂട്ട്സ് ആണ് ബേസ് ഓഫ് ദ സ്റ്റെമ്മിനാണ് അറൈസ് ചെയ്യുന്നത്. അങ്ങനെ ബഞ്ച് ആയിട്ട് കാണപ്പെടുന്ന സിമിലർ സൈസ്ഡ് തിൻ റൂട്ട്സിനാണ് എന്ത് വിളിക്കുന്ന? ഫൈബറസ് റൂട്ട്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ഗ്രാസ്, കോമൺ ഗ്രാസ് ആണ് ഇവിടെ ഓർത്ത് വയ്ക്കുക. അപ്പൊ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടത് പ്ലാന്റ്സിന്റെ ഫസ്റ്റ് നമ്മൾ പ്ലാന്റ്സിനെ അതിന്റെ ടോൾനെസ്സും അതുപോലെ ടൈപ്പ് ഓഫ് സ്റ്റെമ്മിനെ ബേസ് ചെയ്ത് ക്ലാസ് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ് എന്ന് പറഞ്ഞു. ഇനി അടുത്ത് നമ്മള് അതിന്റെ വീനേഷൻ, അല്ലെ, വെയിൻസിന്റെ അറേഞ്ച്മെന്റ്സ് വെച്ച് നമ്മൾ അതിനെ ക്ലാസ് ചെയ്തപ്പോൾ നമ്മൾ റെറ്റിക്കുലേറ്റ് വീനേഷൻ, പാരലൽ വീനേഷൻ. അടുത്ത ഇപ്പൊ റൂട്ട്സിന്റെ ബേസിസിലാണ് ക്ലാസ് ചെയ്യുമ്പോൾ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളതും ഫൈബറസ് റൂട്ട് സിസ്റ്റം ഉള്ളതും അങ്ങനത്തെ രീതിയിൽ നമുക്ക് ക്ലാസ് ചെയ്യാൻ സാധിക്കും. അപ്പൊ അതാണ് നമ്മളിവിടെ ക്ലാസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ നമുക്ക് പല രീതിയിൽ ഈ പറയുന്ന പ്ലാന്റ്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ അതുപോലെ തന്നെ അതായത് പ്ലാന്റ്സിന്റെ ക്ലാസിഫൈ, അതാണ് ഡൈവേഴ്സിറ്റി. ആ ഡൈവേഴ്സിറ്റിയാണ് ഇവിടെ കാണിക്കുന്നത്. നേച്ചറൽ ഡൈവേഴ്സിറ്റി ആണ് ഇവിടെ പറയുന്നത്. ഇനി അപ്പൊ നമ്മൾ ഇത്രയും മനസ്സിലാക്കിയത്. ഇനി ഇപ്പൊ നോക്കാം,
ഇവിടെ നോക്കുക, ഈ ഒരു ചാർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ലെമൺ ഗ്രാസ്. ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് നമ്മുടെ വീനേഷൻ എന്ന ഗ്രാസ് ആണ് അല്ലെ, പാരൽ വീനേഷൻ ആണ്. അതിന്റെ റൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഫൈബറസ് റൂട്ട് സിസ്റ്റം അല്ലെ. ഇനി ഹിബിസ്കസ് ആണെങ്കിലോ അതിന്റെ വീനേഷൻ പറയുന്നത് റെക്ടിക്കുലേറ്റ് വീനേഷൻ ആണ്. റൂട്ട് സിസ്റ്റം പറയുന്നത് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ്. ഓർക്കുക. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പൊ ഇവിടെ നെക്സ്റ്റ് ചോദിക്കുന്നത് സദാബഹാർ പ്ലാന്റ് ഹാസ് എ ടാപ്പ് റൂട്ട് ആൻഡ് ലീവ്സ് ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷൻ. ഡു അതർ പ്ലാന്റ്സ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഹാവ് ടാപ്പ് റൂട്ട്സ് ടു? അപ്പൊ ഇവിടെ ചോദിക്കുന്നത് ഈ ഒരു പർട്ടിക്കുലർ പ്ലാന്റ് അത് ഹിബിസ്കസ് കളിക്കുകയാണെങ്കിൽ അത് ടാപ്പ് റൂട്ട് സിസ്റ്റം ഉണ്ട്, റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉണ്ട്. അപ്പൊ ചോദിക്കുന്നത് റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉള്ള എല്ലാത്തിനും ടാപ്പ് റൂട്ട്സ് ആണ് ഉള്ളതെന്നാണ് ചോദ്യം. അത് ലെമൺ ഗ്രാസ് എടുക്കുകയാണെങ്കിൽ ഫൈബറസ് റൂട്ട് ആണ് ഉള്ളത്, അതിന് പാരൽ വീനേഷൻ. അപ്പൊ ചോദ്യം എങ്ങനെയാണ്, പാരൽ വീനേഷൻ ഉള്ളത് എല്ലാത്തിനും ഫൈബറസ് റൂട്ട്സ് ആണോ? അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ജനറൽ ആയിട്ടുള്ള പോയിന്റ് എന്താണ്, plants with reticulate venation have tap roots while those with the parallel venation have fibrous roots. Reticulate venation ഉള്ള പ്ലാന്റ്സിന് ടാപ്പ് റൂട്ട്സും പാരലൽ venation ഉള്ള പ്ലാന്റ്സിന് ഫൈബറസ് റൂട്ട്സും ആയിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് പ്ലാന്റ്സ് വിത്ത് reticulate venation have tap roots and those with the parallel venation have fibrous roots. അത് പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി ചിക്പി അല്ലെങ്കിൽ ചന, നമ്മുടെ കടല, ഇറ്റ്സ് another example of plant with tap roots and have reticulate venation leaves. Wheat is an example of plant with fibrous roots and parallel venation in its leaves. അപ്പോൾ കോമൺ ആയിട്ട് മനസ്സിലാക്കി, ജനറൽ ആയിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ്, പാരലൽ വീനേഷൻ ഉള്ളതിന് ഫൈബറസ് റൂട്ട്സും എന്താണ് അതുപോലെ തന്നെ റെറ്റിക്കുലർ വീനേഷൻ ഉള്ളതിന് ടാപ്പ് റൂട്ട്സും ആണെന്ന് മനസ്സിലാക്കുക. അടുത്ത സീഡ്സിന്റെ ടൈപ്പ് നോക്കാം. ഒരു പ്ലാന്റിന്റെ സീഡ് എടുക്കാം, റൂട്ടിന്റെയും ലീഫ് വീനേഷൻ ഒക്കെ നോക്കി അതുപോലെ തന്നെ സീഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ soak some chickpea and maize seeds in water for 2 or 3 days. അപ്പോൾ 2-3 ദിവസത്തേക്ക് ചിക്പി അതുപോലെ മെയ്സ് സീഡ്സിനെ സോക്ക് ചെയ്ത് വെക്കുക വെള്ളത്തിൽ. റിമൂവ് ദ സീഡ് കോട്ട് ഓഫ് എ ചിക്പി. ചിക്പിയുടെ സീഡ് കോട്ട് റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ രണ്ട് സീഡ്സിന്റെയും വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചിക്പി സീഡ്സിൽ, അതായത് ഇപ്പം കടല മുളച്ചു വരുമ്പോഴത്തേക്കും അതിന് 2 പാർട്സ് ഉള്ളതായിട്ട് കാണപ്പെടും. They are split into 2 parts and each part is called a cotyledon. അപ്പൊ ചിക്പിയില് സീഡ്സ് സ്പ്രോട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, അവിടെ 2 പാർട്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്ന ഓരോ പാർട്ടിനെയും കോട്ട്ലെഡൻ എന്നാണ് പറയുന്നത്. ഇനി പ്ലാന്റ്സ് that have seeds with 2 cotyledons, അപ്പൊ 2 cotyledons ഉള്ള പ്ലാന്റ്സിനെ എന്ത് വിളിക്കും, ഡൈകോട്ട്ലെഡൻസ് അല്ലെങ്കിൽ ഡൈകോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചിക്പി നമ്മൾ പറഞ്ഞു അത് മുളയ്ക്കുമ്പോഴത്തേക്കും അതിന് 2 പാർട്സ് കാണും, ഓരോ പാർട്ടിനെയും കോട്ട്ലെഡൻ എന്നാണ് പറയുന്നത്. അങ്ങനെ 2 പാർട്സ് സീഡ്സിലുള്ള പ്ലാന്റ്സിനെ വിളിക്കുന്നതാണ് ഡൈകോട്ട്ലെഡൻസ് അല്ലെങ്കിൽ ഡൈകോട്ട്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഏതാണ്, ചിക്പി ആണെന്ന് ഓർത്ത് വയ്ക്കാം. ഇനി മെയ്സിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ മെയ്സിന് ഒരു സിംഗിൾ തിൻ കോട്ട്ലെഡൻ മാത്രമേ കാണുള്ളൂ. അങ്ങനെ ഒറ്റ സിംഗിൾ തിൻ കോട്ട്ലെഡൻ മാത്രമുള്ള സീഡ്സിനെയാണ് മോണോകോട്ട്സ് അല്ലെങ്കിൽ മോണോകോട്ട്ലെഡൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന സീഡിന്റെ പാർട്ടിനെയാണ് കോട്ട്ലെഡൻ എന്ന് പറയുന്നത്. ഒരു കോട്ട്ലെഡനെ ഉള്ളൂവെങ്കിൽ അതിനെ മോണോകോട്ട്ലെഡൻസ് അല്ലെങ്കിൽ മോണോകോട്ട്സ് എന്ന് പറയും. എക്സാമ്പിൾ മെയ്സ് ആണ്, മെയ്സ് സീഡ് ആണ്. അതുപോലെ തന്നെ 2 പാർട്സ് 2 കോട്ട്ലെഡൻസ് ആണ് ഉള്ളെങ്കിൽ ആ ഒരു പ്ലാന്റിനെ എന്ത് വിളിക്കും, ഡൈകോട്ട്ലെഡൻസ് അല്ലെങ്കിൽ ഡൈകോട്ട്സ് എന്ന് വിളിക്കും. സീഡിന് 2 കോട്ട്ലെഡൻസ് ഉണ്ടെങ്കിൽ, ഇപ്പൊ സീഡിനെ ബേസ് ചെയ്ത് ക്ലാസ് വിളിക്കും. സീഡ്സിന് 2 കോട്ട്ലെഡൻസ് ഉണ്ടെങ്കിൽ ഡൈകോട്ട്ലെഡൻസ് അല്ലെങ്കിൽ ഡൈകോട്ട്സ് വിളിക്കും. ഇനി ഒറ്റ സിംഗിൾ കോട്ട്ലെഡനെ ഉള്ളൂ, സിംഗിൾ തിൻ കോട്ട്ലെഡനെ ഉണ്ടെങ്കിൽ ആ സീഡ്സിനെ മോണോകോട്ട്ലെഡൻസ് അല്ലെങ്കിൽ മോണോകോട്ട്സ് എന്ന് വിളിക്കും. ഇനി അടുത്ത മനസ്സിലാക്കാനുള്ളത്, നമ്മുടെ ലീഫ് വീനേഷൻ പഠിച്ചു, അത് റൂട്ടിന്റെ ടൈപ്സ് പഠിച്ചു, കോട്ട്ലെഡൻസ് ഒരു പ്ലാന്റ്സിലെ കോട്ട്ലെഡൻസിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കി. ഇനി ഒരു പ്രധാനമായിട്ട് മറ്റു ജനറൽ ആയിട്ട് പഠിക്കാനുള്ള കാര്യം, ഡൈകോട്ട് പ്ലാന്റ്സ് ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആൻഡ് എ ടാപ്പ് റൂട്ട് സിസ്റ്റം. അപ്പൊ ഡൈകോട്ട് പ്ലാന്റ്സ് നമ്മൾ പറഞ്ഞ റെറ്റിക്കുലേറ്റ് വീനേഷൻ ഉള്ളതിന് ടാപ്പ് റൂട്ട് സിസ്റ്റം ആണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു കാര്യം കൂടെ ഓർത്ത് വെക്കുക, ഡൈകോട്ട് പ്ലാന്റ്സ് ആണ് എന്തുള്ളത്, ഡൈകോട്ട് പ്ലാന്റ്സ് ആണ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ടാപ്പ് റൂട്ട് സിസ്റ്റം ഉള്ളത് ഓർത്ത് വെക്കുക. അപ്പൊ ഡൈകോട്ട് പ്ലാന്റ്സ് ഹാവ് റെറ്റിക്കുലേറ്റ് വീനേഷൻ ആൻഡ് ടാപ്പ് റൂട്ട് സിസ്റ്റം. ഇനി മോണോകോട്ട് പ്ലാന്റ്സ് ആണെങ്കിലോ നമ്മൾ പറഞ്ഞ പാരലൽ വീനേഷനും ഫൈബറസ് റൂട്ട് സിസ്റ്റം ഉള്ളതാണ് മോണോകോട്ട് പ്ലാന്റ്സ്. അപ്പൊ ഇവിടെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു പ്ലാന്റ്സിനെ എങ്ങനെ ഗ്രൂപ്പ് ചെയ്തു, കോട്ട്ലെഡൻസിന്റെ ബേസിൽ അല്ലെങ്കിൽ സീഡ്സിന്റെ ബേസിസിൽ, അതുപോലെ ലീഫ് വീനേഷന്റെ ബേസിസിൽ, അതുപോലെ റൂട്ട് സിസ്റ്റത്തിന്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞു ഒരു പ്ലാന്റ് ഡൈകോട്ട് പ്ലാന്റ് ആണ്, ആ ഡൈകോട്ട് പ്ലാന്റിന് റെറ്റിക്കുലേറ്റ് വീനേഷനും അതുപോലെ തന്നെ ടാപ്പ് റൂട്ട് സിസ്റ്റം ആയിരിക്കും ഉള്ളത്. ഇനി മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ ആ മോണോകോട്ട് പ്ലാന്റിന്റെ പാരലൽ വീനേഷനും ഫൈബറസ് റൂട്ട് സിസ്റ്റം ആണെന്ന് ഉള്ളതെന്ന് ഓർത്ത് വെക്കുക. അപ്പൊ ഡൈകോട്ട് പ്ലാന്റ് എന്താണ്, മോണോകോട്ട് പ്ലാന്റ് എന്താണ്, ഡൈകോട്ട് പ്ലാന്റിന് ജനറൽ എന്തൊക്കെ ഉണ്ടാവും, മോണോകോട്ട് പ്ലാന്റ് ആണെങ്കിൽ ജനറൽ അവയ്ക്ക് എന്തുണ്ടാവും, ഇത്രയാണ് നമ്മൾ ഇതിൽ പഠിച്ചത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്ലാന്റ്സിന്റെ ഗ്രൂപ്പ് എങ്ങനെയാണ് പ്ലാന്റ്സിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് മനസ്സിലാക്കിയത്. അപ്പൊ ഇനി നമ്മൾ അനിമൽസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതും കൂടെ മനസ്സിലാക്കണം, എങ്കിൽ മാത്രമേ ഈ ചാപ്റ്റർ തീരുള്ളൂ. അപ്പൊ ഞാൻ വീഡിയോ ലെങ്തി ആവും എന്നതുകൊണ്ട് ഞാൻ ഈ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സീറ്റത്തിന് നമുക്ക് പഠിക്കേണ്ടതുള്ള ടോപ്പിക്സ് ആണ് നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നത്.
അപ്പം നിങ്ങൾക്ക് ഏതൊക്കെയാണ് അതിന് ബന്ധപ്പെട്ട് വേണ്ടത്, നമ്മൾ പെഡഗോഗി അതുപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റ് എല്ലാം നമ്മൾ ഈ ക്ലാസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. നമ്മൾ ആദ്യം